രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ആശ്വാസം. ഒന്നാം ബലാത്സംഗ കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. മുൻകൂർ ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. 16-ാം തീയതി ഹാജരാകാനും നിർദ്ദേശം. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. മൊബൈൽ ഫോൺ കൂടി കൊടുക്കണം എന്നുകൂടി പറയുന്നു അന്വേഷണത്തിന്. എന്തായാലും വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു ആശ്വാസമായല്ലോ ഈ മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ. രാഹുലിന് പൂർണ്ണ ആശ്വാസം ലഭിക്കുന്നു. കാരണം നേരത്തെ രണ്ട് കേസുകളിൽ, രണ്ടാമത്തെ കേസിൽ രാഹുലിന് സെഷൻസ് കോടതി, തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ലഭിച്ചിരുന്നു. മൂന്നാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം തിരുവല്ല കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഒന്നാമത്തെ കേസിൽ മാത്രമാണ് അനിശ്ചിതത്വം നിലനിന്നിരുന്നത്. അതിപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യ ബലാത്സംഗ കേസിൽ, അതായത് ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചിരിക്കുന്നു. ചില ഉപാധികളോടുകൂടിയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 16-ാം തീയതി രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാവണം. അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ ഹാജരാക്കണം. ആവശ്യമെങ്കിൽ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷനിലേക്ക് പോകാം. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ജാമ്യത്തിൽ വിടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഉപാധികളായി ഇപ്പോൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം ചില പെൺകുട്ടികൾ പരാതിയുമായി പരാതിയുമായി എത്തുന്നു. അതിനുശേഷം ഒരു 0 FIR ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തു. പക്ഷേ അപ്പോഴും രാഹുലിനെതിരെ സ്ട്രോങ് പരാതി ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ആദ്യത്തെ കേസിൽ അതിജീവിത മുഖ്യമന്ത്രിയെ കാണുന്നതും അതിന് പിന്നാലെ DGPക്ക് പരാതി നൽകുകയും ചെയ്തത്. തുടർന്നാണ് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് ബലാത്സംഗം, അതോടൊപ്പം തന്നെ ഗർഭചിത്രം തുടങ്ങിയ അനധികൃത ഗർഭചിത്രം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തത്. രാഹുൽ ഒളിവിൽ പോകുന്നു. അതിനുശേഷം തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അവിടെ നിന്ന് ജാമ്യാപേക്ഷ തള്ളി. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയത്. 2 തവണ ഹൈക്കോടതി കേസ് പരിഗണിച്ച ഘട്ടത്തിലും രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് രാഹുലിന് അറസ്റ്റ് തടയുന്ന നടപടി ഉണ്ടായി. അതിനുശേഷം പെൺകുട്ടി ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് കക്ഷി ചേർന്നു. രാഹുലിന് ജാമ്യം തള്ളിയാൽ തന്റെ ജീവന് പോലും ഭീഷണിയുണ്ട്, രാഹുൽ ഉന്നത സ്വാധീനമുള്ള ആളാണെന്ന് പെൺകുട്ടി കക്ഷി ചേർന്നുകൊണ്ട് കോടതിയിൽ പറഞ്ഞു. പ്രോസിക്യൂഷൻ ആകട്ടെ രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ്, ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ രാഹുൽ കോടതിയിൽ സ്വീകരിച്ച നിലപാട് ഇങ്ങനെയായിരുന്നു. ഈ പെൺകുട്ടിയും താനുമായി ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തനിക്കെതിരെ നടത്തിയ രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമാണ് ഈ പരാതി, ഈ കേസ് എന്നായിരുന്നു രാഹുലിന്റെ വാദം. കോടതി സ്വീകരിച്ച ഒരു പ്രധാനപ്പെട്ട നിലപാട് എന്ന് 2 കാര്യങ്ങളിലാണ് കോടതി അതീവ ഗൗരവ സ്വഭാവം പുലർത്തിയത്. അതിലൊന്ന്, ഈ 17-ാം തീയതിയാണ് ഏറ്റവും ബ്രൂട്ടൽ പീഡനം നടന്നു എന്ന ഈ പരാതിക്കാരി തന്നെ കോടതിയിൽ നൽകിയിട്ടുള്ള അഫിഡവിറ്റിൽ പറയുന്നത്. പക്ഷേ അതിനുശേഷം 2 ദിവസം വീണ്ടും രാഹുലിനെ പരാതിക്കാരി കണ്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി അതെന്തുകൊണ്ടാണ് അതിന്റെ മെറിറ്റിലേക്കൊക്കെ കോടതി പോയി വിശദമായ വാദമൊക്കെ കേട്ടിരുന്നു. ഒപ്പം രാഹുൽ അന്വേഷണത്തോട് സഹകരിക്കാമെന്ന് കൂടി കോടതിയെ പറഞ്ഞിരുന്ന ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അഡ്വക്കേറ്റ് എസ് രാജീവാണ് രാഹുലിന് വേണ്ടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തത്. അത് എന്തായാലും ഇപ്പോൾ രാഹുലിന് അനുകൂലമായി വന്നിരിക്കുന്നു. പക്ഷേ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന കർശന നിർദ്ദേശമുണ്ട്. 1 ലക്ഷം രൂപ ബോണ്ടായി കെട്ടിവെക്കണം, 2 പേരുടെ ആൾ ജാമ്യം, ഒപ്പം മൊബൈൽ ഫോൺ. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി SIT ഒക്കെ കരുതുന്നത് ഈ ഡിജിറ്റൽ ഡിവൈസ് ആണ്. ആ ഡിജിറ്റൽ ഡിവൈസ് കൈമാറണം എന്നുകൂടി നിലവിൽ രാഹുലിനോട് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ജാമ്യവ്യവസ്ഥകളൊക്കെ കർശനമായി പാലിക്കാനാണ് നിർദ്ദേശം. 16-ാം തീയതി രാഹുൽ ഒന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായി മൊഴി നൽകണം. അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ പോലും അതിപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ പശ്ചാത്തലത്തിൽ വിട്ടയക്കണം എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. 3 കേസിലും ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.